US, യൂറോപ്യൻ യൂണിയൻ, UK എന്നീ രാജ്യങ്ങളുടെ സാധുവായ വിസ, റെസിഡൻസി പെർമിറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഇതൊക്കെ കൈവശമുള്ളവർക്ക്, അതായത് കൈവശമുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് UAE വിസ ഇല്ലാതെ പ്രവേശിക്കാമായിരുന്നു. അതോടൊപ്പം മറ്റ് 6 രാജ്യങ്ങളെ കൂടി UAE ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സിംഗപ്പൂര്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ എന്നീ രാജ്യങ്ങളുടെ സാധുവായ റെസിഡൻസി പെർമിറ്റ് കൈവശമുള്ളവർക്ക് അങ്ങനെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി മുതൽ ഈ ആനുകൂല്യം ലഭിക്കും. പാസ്പോർട്ട് ഉടമകൾക്ക് UAE സന്ദർശിക്കാൻ മുൻകൂട്ടി വിസയുടെ ആവശ്യമേ ഇല്ല. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ശേഷം ഇമിഗ്രേഷൻ വിഭാഗത്തിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യും. ഇത് 30 ദിവസത്തേക്ക് സൗജന്യമായ സന്ദർശന അനുമതിയാണ് നൽകുന്നത്. ദുബായിൽ എത്തിച്ചേരുമ്പോൾ ഈ വ്യക്തികൾക്ക് UAE എല്ലാ അംഗീകൃത എൻട്രി പോയിന്റുകളിലും ഓൺ അറൈവൽ വിസ ലഭിക്കും. അവരുടെ പാസ്പോർട്ടിന് കുറഞ്ഞത് 6 മാസത്തെ സാധുത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കുകയും ചെയ്താൽ മാത്രം മതി. UAEയും ഇന്ത്യയും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണ് ഈ വിപുലീകരണം കാണുന്നത്. ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും യാത്ര സുഗമമാക്കാനും UAE കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരമാണിത്. കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയ നടപടി വിനോദസഞ്ചാരത്തിനും നിക്ഷേപത്തിനുമുള്ള ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ UAEയുടെ ആകർഷണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഈ നീക്കം ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയിൽ നിന്നുള്ള കഴിവുള്ള പ്രൊഫഷണലുകളെയും സംരംഭകരെയും ആകർഷിക്കുകയും ആഗോള സാമ്പത്തിക ഹബ്ബ് എന്ന നിലയിൽ UAEയുടെ സ്ഥാനം ഉയർത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എമിറേറ്റ്സ് തീരുമാനിച്ചതോടെ ലഭിക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ്. സർവീസ് വിപുലീകരണത്തിന്റെ ഭാഗമായി പുതുതായി 5000 പേരെ നിയമിക്കുമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. യാത്രക്കാരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുന്നതിന് ആനുപാതികമായി സർവീസുകൾ കൂടുന്നില്ല. ഈ സാഹചര്യത്തെ മറികടക്കാനാണ് മാനവ വിഭവശേഷി കൂട്ടി സർവീസ് വിപുലപ്പെടുത്തുന്നത്. എഞ്ചിനീയറിംഗ്, എയർപോർട്ട് സർവീസ്, പാസഞ്ചേഴ്സ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്ക് പുറമെ പുതിയ പൈലറ്റുമാർക്കും അവസരമുണ്ടാകും. ഓഗസ്റ്റ് അവസാനത്തോടെ എയർബസ് A350 വിമാനം എമിറേറ്റ്സിന് സ്വന്തമാകും. കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന 3 A350 വിമാനങ്ങൾ നേരത്തെ എമിറേറ്റ്സ് വാങ്ങിയിരുന്നു. 259 വിമാനങ്ങൾ നിലവിൽ കമ്പനിക്കുണ്ട്. ഇതിൽ 249 എണ്ണവും യാത്രാ വിമാനങ്ങളാണ്. കാർഗോയ്ക്ക് വേണ്ടിയാണ് മറ്റ് 10 വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ പുതുതായി 315 വിമാനങ്ങൾ കൂടി വാങ്ങാനാണ് എമിറേറ്റ്സ് ഒരുങ്ങുന്നത്. ബോയിങ് 777X വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാകും പുതിയതായി വാങ്ങുന്നത്. അതുപോലെ ലോകത്തിലെ 148 വിമാനത്താവളങ്ങളിലേക്ക് എമിറേറ്റ്സ് സർവീസ് നടത്തുന്നുണ്ട്. 80 രാജ്യങ്ങളിലെ എയർപോർട്ടുകളിലേക്ക് എമിറേറ്റ്സിന്റെ ചരക്ക് വിമാനങ്ങളും സർവീസ് നടത്തുന്നു. 2024 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം 160 രാജ്യങ്ങളിൽ നിന്നായി 1,14,000 പേർ എമിറേറ്റ്സിൽ ജോലി ചെയ്യുന്നുണ്ട്.